നമ്മൾ ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പൊതുവേ പറയുന്ന സ്ഥലങ്ങൾ തമ്മിൽ പരസ്പരം യാതൊരു ബന്ധമില്ലാത്ത സ്ഥലങ്ങളാണ്. നമ്മൾ ഒറ്റയടിക്ക് സെവൻ സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നല്ലാതെ ഇവരുടെ കൾച്ചറും ഒന്നും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു ബന്ധവുമില്ല. എല്ലാവരും വളരെ വ്യത്യസ്തരാണ്. അത് അപ്പുറം ഇപ്പോൾ ഈ ഗ്രാമം ആ ഗ്രാമം തമ്മിൽ ബന്ധമില്ലാത്തവരുണ്ട്. ഭാഷ വേറെയാണ്, 400 ഭാഷ മറ്റുണ്ട്. അതുകൊണ്ട് നമുക്കിതിനെ പൊതുവായിട്ട് ഇങ്ങനെ നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നിച്ചൊരു ഫ്രെയിമിൽ കാണാൻ പറ്റില്ല. ഓരോരോ രാജ്യങ്ങളാണ്. ഓരോരോ രാജ്യങ്ങൾ പോലും അല്ല, ഓരോരോ എന്താ പറയണ്ടേ സംസ്ഥാന സമൂഹങ്ങളും കൂടിയാണ്. ഒരു സ്റ്റേറ്റിൽ തന്നെ എത്രയോ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഉണ്ട്. അപ്പം അവർക്ക് കൊടുത്തിരിക്കുന്ന പേരുകൾ തന്നെ നോക്കിയാൽ ഇതൊന്നും അവരുടെ ലോക്കൽ പേരുകളല്ലോ. ഇപ്പം മേഘാലയ എന്ന് പറഞ്ഞാൽ അത് സംസ്കൃതമാണ്, അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞാൽ സംസ്കൃതമാണ്, നാഗാലാൻഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. ഇതൊന്നും ഇവരുടെ ഭാഷയല്ല. മിസോറാം അവരുടെ ഭാഷയാണ്, അതും മണിപ്പൂർ, പിന്നെ അസം പക്ഷേ ഒരു ഈ കൂട്ടത്തിൽ പെടുന്നല്ല. അത് ഹിന്ദു സ്ഥലം. ഇതെല്ലാം ട്രൈബൽ സ്ഥലങ്ങളാണ്. ട്രൈബലിന് പേരുണ്ടെങ്കിലും ഇവരെല്ലാവരും ക്രിസ്ത്യാനികളാണ്, നല്ല ശതമാനം. പിന്നെ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ മറ്റു വായനാ സംഗതിയല്ല, നമുക്കറിയാം പൊതുവെ. അതല്ലാതെ അതിന്റെ ഒരു ഭൂപ്രദേശം, അതിന്റെ കൾച്ചറൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു? ഇല്ല, നമ്മൾ അതൊന്നാമത് ഇതിന്റെ സംഭവം നമ്മൾ ചില ഈ കോഫി ടേബിൾ ബുക്കുകൾ, നാഷണൽ ജിയോഗ്രാഫിക്ക് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഇങ്ങനത്തെ സ്ഥലങ്ങൾ പടം കണ്ടിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഈ ഒരു പടം എടുക്കുമ്പോൾ അതിനെ ഏറ്റവും എക്സോട്ടിക് ആയിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യാവോ അങ്ങനെ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെയാണ് എല്ലാ സ്ഥലങ്ങളും നമ്മൾ തെറ്റിദ്ധരിക്കും. അങ്ങനെയൊന്നും അല്ല, അങ്ങനെയല്ല. പിന്നെ ഈ ദൂരദർശനിലെ നൃത്തമൊക്കെയാണല്ലോ നമ്മൾ കണ്ടേക്കുന്നത്. അത് പലപ്പോഴും ഇവർ ഏതെങ്കിലും ഒരു ആനുവൽ ഫെസ്റ്റിവലുകളുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ, തെയ്യമൊക്കെ സർക്കാരിന്റെ ഓണമൊക്കെ ഇല്ലേ, അതുപോലെയൊക്കെയുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് കൊഹിമയിൽ, അത് അവിടുത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഫെസ്റ്റിവലാണ് ഇപ്പോൾ. അതായത് പിന്നെ നാഗാലാൻഡിലെ ഏതാണ്ട് 60-70 ട്രൈബുകളെ ഒന്നിച്ചൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് 10 ദിവസം നിൽക്കുന്ന ഒരു, അതായത് ഈ നമുക്ക് എങ്ങും പോകണ്ട, അവിടെ ഇരുന്നാൽ മതി, ഒരു കസേര ഇരുന്ന നാഗാലാൻഡ് മുഴുവൻ ഇവിടെ കാണാം. നാഗാലാൻഡ് മുഴുവനല്ലേ പറഞ്ഞ് അതിൻ്റെ ഒരു രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം പിന്നെ ഇവിടെ നമ്മുടെ മേഘാലയയിൽ വങ്കാല എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവലുണ്ട്. ഈ വങ്കാല ഫെസ്റ്റിവൽ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഒരു പിന്നെ ഇതിൽ 2-3 സ്ഥലത്തായിട്ട് വലിയ ഇതായിട്ട് നടത്തുന്നുണ്ട്. ഇതൊക്കെ അവരുടെ ഈ കാർഷിക ഉത്സവങ്ങളാണ്. ഈ കൊയ്ത്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വിതയ്ക്ക് മുമ്പുള്ള സമയത്തുള്ള ഒരു കുറച്ച് ഫ്രീ ടൈം കിട്ടുന്ന സമയത്താണ് ഇങ്ങനത്തെ സാധനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഈ പിന്നെ നാഗാലാൻഡിൽ പറഞ്ഞാൽ എത്രയോ ട്രൈബുകളുണ്ടെന്ന് അറിയോ. അത് ഇവരുടെയൊക്കെ ഭാഷ വേറെയാണ്, എല്ലാം വേറെയാണ്, അവരുടെ വേഷം വേറെയാണ്, അവരുടെ പിന്നെ ആയുധങ്ങൾ വരെ വേറെയാണ്. അപ്പം അവരെയൊക്കെ ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഈ ഫെസ്റ്റിവലിന്റെ സമയത്താണോ? അല്ലല്ല. ആദ്യം പോയത് മേഘാലയയിൽ. മേഘാലയ എങ്ങനെയാണ്? മേഘാലയയിലൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പോയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ഷില്ലോങ് വരെ പോയിട്ടുള്ളൂ. മേഘാലയയിലെ ഏറ്റവും അല്ല മേഘാലയയാണ് ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് സ്ഥലം. പ്രത്യേകിച്ച് ഷില്ലോങ്ങും ചിറാപുഞ്ചിയൊക്കെ നമ്മുടെ മൂന്നാർ പോലെയാണ്. അങ്ങനത്തെ ടൂറിസമാണ്. ഈ മറ്റേ ഇന്നോവയിൽ വലിയ കുടുംബമായിട്ട് വരുന്ന അങ്ങനത്തെ ടൂറിസം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ചില ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളൊക്കെ ഉണ്ട്, ചിലതല്ല. പിന്നെ ഈ ഒരു നല്ല കേട്ടിട്ടുണ്ടെന്ന് അറിയാമോ, ഒരു ലിവിങ് റൂട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അതായത് ഒരു പാലം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഗ്രാമത്തിന് വേറൊരു സ്ഥലത്തേക്ക്, ഒരു നദിയുടെ കുറുകെ പാലം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ആലിൻ്റെ വടവേരിൽ അതിനെ ഇങ്ങനെ വലിച്ച് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് മറ്റേ സൈഡിൽ കൊണ്ടുവന്ന് അവിടെ വേര് പിടിപ്പിച്ച് ഇതിനൊരു പാലമാക്കി. അതൊരു ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെയൊക്കെ ഇങ്ങനെ ആളുകളുടെ ബഹളമാണ്. ഈ പിന്നെ അതുപോലെ ക്ലീനസ്റ്റ് വില്ലേജ് ഇൻ ഏഷ്യ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം, അതൊരു സിനിമാ സെറ്റ് പോലെ ഒരു സ്ഥലം. അത് നല്ല ഭംഗിയാണ് കാണാൻ, നമുക്ക് ഇവിടെ കാല് വെക്കാൻ പോലും തോന്നുന്നില്ല. എല്ലാ വീടും ഹോം സ്റ്റേ ആണ്. പിന്നെ എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ പൂ പറിക്കരുത്, തൊട്ടരുത്, മറ്റേ മറിച്ചത് എന്നൊക്കെയുള്ള ബോർഡുകളും ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഇവിടെ പോയിട്ടുണ്ടോ, നമ്മുടെ ഹൈദരാബാദിലുള്ള സ്റ്റുഡിയോ രാമോജി സ്റ്റുഡിയോ പോകുന്ന പോലെ ഇരിക്കും. പക്ഷെ ഇതൊക്കെ വലിയ ആളുകൾക്ക് ഭയങ്കര അട്രാക്ഷനാണ്. ഈ
ബംഗാളികളാണ് കൂടുതലും അവിടെ വരുന്ന ടൂറിസ്റ്റുകൾ. ബംഗാളികളും ആ പ്രദേശത്തുള്ളവരും പിന്നെ റെഗുലർ ടൂറിസ്റ്റുകളുണ്ടല്ലോ, ഗുജറാത്തികൾ, അവരുണ്ട്. അവരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റുകൾ. പിന്നെ പുറത്തുനിന്നുള്ള ആളുകളുണ്ടോ, വിദേശികളുണ്ടോ? വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. ഇവന് ഈ ഹോൺബിൽ ഫെസ്റ്റിവലിന് വരും ഒത്തിരി വിദേശികൾ. കാരണം അതിപ്പം ഒരു നമ്മുടെ ടൂറിസ്റ്റ് ചാർട്ടിലതൊരു സംഭവമാണ്. പിന്നെ അവിടെ പിന്നെ ഞാനീ പോയ പല സ്ഥലങ്ങളും പിന്നെ നമ്മൾ സ്ഥിരം ഇത് കഴിഞ്ഞിട്ട് പോയ എല്ലാ സ്ഥലങ്ങളും കാരണം ഇത് മടുത്തു പോയി. ഞാൻ ഈ ചിറാപുഞ്ചി ടൂറിസം ഞാനിപ്പോൾ അവിടെ ഒരു പടം ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അന്നൊന്നും ഒരു മനുഷ്യനില്ലേ. പക്ഷെ അത് മൂന്നാറിൻ്റെ കാര്യത്തിൽ ശരിയാണ്. ഒരു 30 കൊല്ലം മുമ്പ് മൂന്നാറിൽ ആരുമില്ല, ഒന്നുമില്ല. അവിടെ താമസിക്കാൻ ഹോട്ടൽ പോലും ഇല്ല മൂന്നാറിൽ. ആകെ ഉണ്ടായിരുന്നത് എന്താണ് പിന്നെ SN ലോഡ്ജ് എന്ന് പറഞ്ഞ ലോഡ്ജ് ഉണ്ട്, അതിപ്പോഴും ഉണ്ട്. അതേ ഉണ്ടായിരുന്നു മൂന്നാറിൽ. ഈ മൂന്നാർ കമ്പാരിസൺ പറഞ്ഞുകൊണ്ട് ചോദിക്കുക, ഈ ഹില്ലി ഏരിയാസ് ആണല്ലോ, അപ്പൊ നമ്മൾ ഇവിടുത്തെ ഒരു കൺസേൺ പറയാറില്ലേ, ഇവിടെ ഈ കുറെ കൺസ്ട്രക്ഷൻസ് വരുന്ന സമയത്ത് ഇപ്പൊ വയനാട്ടിലൊക്കെ സംഭവിക്കുന്നത് പോലെ നിറച്ച് വീടുകളും ഹോട്ടലുകളും റിസോർട്ടുകളും ഒക്കെ വരുമ്പോൾ അതതിന് ചേരാത്തൊരു സംഗതിയായിട്ട് പറയാറുണ്ടല്ലോ, അതുപോലെ തന്നെയാണോ? അത് ഇവിടെ മാത്രമല്ല, പ്രത്യേകിച്ച് റോഡുകൾ നമുക്ക് വിശ്വസിക്കാൻ വയ്യാത്ത പോലത്തെ ഈ പ്രകൃതി നശീകരണമാണ് നടക്കുന്നത്. മലകളൊക്കെ കൊണ്ട് ഇടിച്ചങ്ങ് കളയുക എന്നത്. ഇത് ഒട്ടും സ്റ്റേബിൾ അല്ല സ്ഥലമേ. ഇത് ഇപ്പം കുറേ വഴികൾ പകുതി ഉണ്ടാക്കിയും പകുതി ഇടിച്ചും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഇട്ടിരിക്കുക. ഏറ്റവും മോശം വഴിയിലാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ളത്. ഈ നല്ല ഇപ്പം 4 ലൈൻ ഹൈവേ ഒക്കെ ഉണ്ട് പുതിയത്. ഇതെല്ലാം മിലിറ്ററി ആവശ്യമാണ് പ്രധാന ഉദ്ദേശം. ഇതിലൊന്നും ആർക്കും പോകേണ്ട ആവശ്യമില്ല. പിന്നെ അതുകൊണ്ട് ആ വഴിയിൽ ഒരു ട്രാഫിക്കും ഇല്ല. നേരെ മറിച്ച് ഈ സീൽച്ചാർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തുനിന്ന് നമ്മൾ പോകുന്ന ഈ മിസോറാമിലോട്ട് പോകുന്ന പിന്നെ ഒരു റോഡ് ഞാൻ പോയി, ദൈവമേ, ഇതുപോലത്തെ ഒരു വഴിയും ട്രാഫിക് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. 5 കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ ഓടിക്കാൻ പറ്റില്ല. എപ്പോഴും നമ്മുടെ മുമ്പിലും പുറകിലുമായിട്ട് ഒരു 25 ലോറികളുണ്ട്. ഈ റോഡ് ജീവിതത്തിൽ നന്നാക്കിയിട്ടില്ല അവർ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്നാൽ നേരെ മറിച്ച് തൊട്ടപ്പുറത്ത് ആർക്കും വേണ്ടാത്ത വഴി നല്ല പട്ട് പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു കുന്നിടിച്ചാൽ അത് അതിൻ്റെ ബാക്കി താഴത്തെ വാലിലോട്ട് അങ്ങ് തട്ടുക, ഈ മണ്ണ് അതിങ്ങനെ മറ്റേ ഉരുള് പൊട്ടിയ പോലെ ഇങ്ങനെ കിടക്കുന്നതാണ് നമുക്ക് എവിടെ പോയാലും. അത് അതിഭീകരമാണ് അവിടുത്തെ. പിന്നെ വേറൊരു പ്രശ്നമുണ്ട് മനസ്സില്ല, ഞാൻ ഇത്രയും പറഞ്ഞെങ്കിലും ഇത്രയും ആളുകൾ ഇവരൊക്കെ സംസ്കാരം നമ്മൾ വലിയ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഒരു കാര്യത്തിൽ വളരെ ഐക്യമാണ്. അവിടെ ഒരു തരം കൃഷി രീതിയുണ്ട്, ഈ കാട് വെട്ടി. അതായത് ഒരു പിന്നെ അത് അവിടുത്തെ ഈ സോഷ്യൽ സിസ്റ്റമൊക്കെ നമ്മുടെ പോലെ അല്ല. അപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ആർക്കും സ്വന്തം ഭൂമി എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. ഇത് പൊതു ഭൂമിയിലാണ് എല്ലാവരും ഈ കൃഷി ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് അലോട്ട് ചെയ്യുന്നത് അപ്പം ഓരോ സ്ഥലത്ത് ഓരോ പേരിലാണ് പറയപ്പെടുന്നത്. പിന്നെ നാഗാലാൻഡിൽ തന്നെ ആങ് എന്ന് പറയും, അവിടുത്തെ പ്രധാന ആള്, നമ്മുടെ ഗ്രാമത്തലവൻ എന്നൊക്കെ പറയുന്ന ആള്. അപ്പോൾ ആങ്കാണ് തീരുമാനിക്കുന്നത് ആർക്കെത്ര കൃഷി കൊടുക്കാം. ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഒരു പ്രദേശത്തെ മരം മുഴുവനും വെട്ടിയിടും. കാട് എന്ന് വെച്ചാൽ നല്ല തിക്കായിട്ടുള്ള കാടാണ് ഈ പറയുന്നത്. അത് മുഴുവൻ അങ്ങോട്ട് വെട്ടും, എന്നിട്ട് മുഴുവൻ അങ്ങോട്ട് തീയിട്ട് കത്തിക്കും. കാട് വെട്ടി അത് തന്നെ, അതിന് സ്ലാഷ് ആൻഡ് ബേൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇവർ ജൂം എന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വളമൊന്നും ചെയ്യണ്ട. ഈ മാർച്ച് മാസത്തിൽ അവിടെ ഒരു മഴ പെയ്യും. ഈ മഴ സമയത്ത് വിതയ്ക്കും. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു വേണ്ട, കള പറിക്കുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ആ മണ്ണിൻ്റെ എല്ലാം പോകും. അപ്പോൾ അവർ വേറെ സ്ഥലത്തേക്ക് മാറും. എന്നിട്ട് അവിടെ ഇതുപോലെ ചെയ്യും. അത് 2 കൊല്ലം കഴിയുമ്പോൾ വേറെ സ്ഥലത്തേക്ക് വീണ്ടും മാറും. അങ്ങനെ ഒരു 10 കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ സ്ഥലത്ത് പിന്നെയും മരം വളരാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെയും ഇത് മുറിക്കും. ഇത് ഇങ്ങനൊരു സൈക്കിളായിട്ട് തുടരും. ഇത് ചെറിയ സ്കെയിലായിരുന്നു പണ്ട് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കാശുള്ളവർ വന്നിട്ട് ലോക്കലായിട്ടുള്ള ആളുകളെ കൊണ്ട് വലിയ സ്കെയിലിൽ ചെയ്യിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതുണ്ടാകും നമുക്ക് ഇങ്ങനെ ഈ പറഞ്ഞാൽ നമുക്ക് കാണാൻ വയ്യാത്ത ലെവലിൽ ഈ കണ്ണത്താ ദൂരത്തെന്ന് പറയുന്ന പോലെ താങ്ങുന്നുണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ, ഈ മലയിടിക്കലും ഈ വഴിക്ക് വേണ്ടിയുള്ള മലയിടിക്കലും ഈ കത്തിക്കലും കൂടെ അപ്പുറം ഇപ്പുറം ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് എക്സ്റ്റെൻസീവ് ആണ് ഇത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു നാഗാലാൻഡിൽ സർക്കാർ ഭൂമിയില്ലെന്ന്. അവിടെ ഉണ്ടാവുള്ള ഒരാൾ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചപ്പോൾ നാഗാലാൻഡിൽ സർക്കാർ ഭൂമിയില്ല, ഭൂമി ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ വകയാണ്, അത് ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യും. പിന്നെ ഇതുപോലെ ഈ പക്ഷികളൊന്നും ഇവിടെ ഇല്ല.
മിക്കവാറും രാവിലെ എല്ലാവരും ജോലിക്ക് വന്നൊരു തോക്കുകൊട്ടായിരിക്കും പലയിടത്തും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പക്ഷിയെ വെടി വെക്കാനാണ്. ഞാൻ ഏത് പക്ഷിയെ വെടി വെക്കുന്നത്? അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഒരു പക്ഷിയുടെ ശബ്ദം കേൾക്കാൻ കിട്ടില്ല അവിടെ. ഞാൻ വെറുതെ അറിയില്ലേ. ഇവിടുത്തെ ഭക്ഷണം എങ്ങനെയാ? ഭക്ഷണം പന്നിയും ബീഫും. പക്ഷികളെ അല്ലേ? വിചിത്രമായ ഭക്ഷണങ്ങളൊന്നും ഇല്ലെന്ന്. അവിടെ ഭക്ഷണത്തിന് വേണ്ടി ഒന്നും അല്ല ഇവരൊന്നും ചെയ്യുന്നത്. ഇതൊക്കെ വെറുതെ ഒരുതരം എന്താ പറയണ്ടേ, തോക്കെന്നൊക്കെ പറഞ്ഞാൽ അവിടെ വലിയ സ്റ്റാറ്റസ് സിമ്പലാണ്. ഇപ്പം പ്രത്യേകിച്ച് ഇതൊക്കെ ഞാനീ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഈ മ്യാൻമാറുമായിട്ട് തൊട്ട് കിടക്കുന്ന, ഒരു വീടിന്റെ ഒരു ഭാഗം മ്യാൻമാറും ഒരു ഭാഗം പിന്നെ ഇന്ത്യ ആയിട്ടുള്ള വീടുണ്ട്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അവിടെ പിന്നെ മിക്കവാറും എല്ലാവർക്കും ഡ്യുവൽ സിറ്റിസൺഷിപ്പാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. ഫ്രീ ബോർഡറാണ്. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ തോക്കൊക്കെ ചുമ്മാ സുലഭമാണ്. അവിടെ നിന്നൊക്കെ വരും. പിന്നെ ഇപ്പം ഈ മണിപ്പൂരിൽ നിന്ന് 5000 തോക്ക് പോയി എന്ന് പറഞ്ഞത് എൻ്റെ അടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പിന്നെ മിലിറ്ററി ഓഫീസറിൻ്റെ അടുത്ത് പറഞ്ഞാണ്. പുള്ളി KL എന്ന് പറഞ്ഞിട്ട് എൻ്റെ നമ്പർ കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് കേരളത്തിൽ നിന്നാണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ പുള്ളി ഇവിടെ പിന്നെ നേവൽ ബേസിലെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് എന്നെ വിളിച്ചുകൊണ്ട് പോയി ക്യാമ്പിലൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ഈ അടുത്ത് ചോദിച്ചത് എങ്ങനെയാണ് ഈ തോക്ക് എടുത്തുകൊണ്ട് പോയെന്നൊക്കെ പറയുന്നത്. അയാൾ ഒരു 100% സത്യം എന്ന് പറഞ്ഞു. അത് അവിടുത്തെ പിന്നെ മണിപ്പൂരി പോലീസിൻ്റെ ട്രെയിനിങ് കോളേജിൽ നിന്നാണ് കൊണ്ടുപോയത്, ട്രെയിനിങ് സ്കൂളിൽ നിന്നാണ് കൊണ്ടുപോയത്. അത് അവരെ വിളിച്ചു വരുത്തി എടുപ്പിച്ചുകൊണ്ട് പോയത്. ഇവർ വിളിച്ചു വരുത്തി കൊണ്ടുപോയതെന്ന് പറഞ്ഞാൽ ഇപ്പം ആ പാടുള്ള ചെറിയ സമാധാനം എന്ന് വെച്ചാൽ ഈ 5000 തോക്ക് എല്ലാ ഓട്ടോമാറ്റിക് തോക്കുകളാണ്. തോക്ക് പോയെങ്കിലും അവർക്ക് ഇപ്പോൾ അമ്യൂണിഷൻ അതിനുള്ളത് ഇല്ല. അതാണ് ഏക സമാധാനം എന്ന് പറഞ്ഞത്. എല്ലാവരുടെയും വീട്ടിൽ 3-4 തോക്കുകളെന്ന് പറഞ്ഞു. മണിപ്പൂരിൽ ഇപ്പൊ ഈ അടുത്ത് വന്ന വാർത്തകളൊക്കെ അതിഭീകരമാണല്ലോ. മെയ്തി കുക്കി സംഘർഷം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ അവിടെ ചെന്നപ്പോഴുള്ള അവസ്ഥ എന്താ? അവിടെ ചെന്നപ്പോഴുള്ള അവസ്ഥ, ഞാൻ ഇലക്ഷന് തൊട്ട് മുമ്പാണ് പോകുന്നത് അവിടെ. അപ്പം ഇലക്ഷൻ കഴിഞ്ഞാൽ ഇത് വീണ്ടും പ്രശ്നമാകുമെന്നാണ് ഓരോരുത്തരും പറയുന്നത്. എന്ന് മാത്രമല്ല, ഞാൻ പോയത് മിസോറാം വഴിയാണ് മണിപ്പൂരിൽ പോയത്. അവിടെയൊക്കെ എല്ലാവരും പോകുന്നത് പിന്നെ ഫ്ലൈറ്റിലാണ് പോകുന്നത്. എയർപോർട്ടിൽ ചെല്ലുക, പിന്നെ അവിടുന്ന് അങ്ങോട്ടും പോകാനുണ്ടെങ്കിൽ പോകാം. മണിപ്പൂരിൽ പിന്നെ ടൂറിസമൊക്കെ ഇല്ലയെന്ന് തന്നെ പറയുന്ന സ്ഥലങ്ങളാണ്. ഉണ്ട്, മെയ്തി ഏരിയയിലുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇത് ഈ പ്ലെയിൻസും ഹിൽസുമാണ്. ഹിൽ ഏരിയയിലെല്ലാം കുക്കികളും അവർ ട്രൈബലാണ്. പ്ലെയിൻ ഏരിയയിലൊക്കെ മെയ്തികളുമാണ്, അവർ ഹിന്ദുസാണ്. ഈ പ്രശ്നം ഉണ്ടാകാനുള്ള തുടക്കം എന്താ വെച്ചാൽ ഈ മെയ്തി ആളുകളെ പിന്നെ ട്രൈബൽ സ്റ്റേറ്റസ് കൊടുത്തു. അവരെ ഷെഡ്യൂൾ ട്രൈബലായിട്ട് കയറ്റി. അപ്പോൾ ഒന്നാമത് ഇവരാണ് മെയ്തികളാണ് മറ്റവരെക്കാളും ധനികരും പിന്നെ ഫോർവേഡായിട്ടുള്ള ആളുകളും സൗകര്യമുള്ളവരൊക്കെ അവരാണ്. മറ്റവർക്ക് ഇപ്പോഴും വിദ്യാഭ്യാസം കുറവാണ്. അവർ തനി ആദിവാസികളാണ്. അപ്പം അവർക്കുള്ള സൗകര്യം ഇത് റിസർവേഷൻ കൊണ്ടാണ് ഇവർ കൊണ്ടുപോകാൻ പോകുന്നത്. അതാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. അപ്പം ഈ കുക്കി ഏരിയയിലൊക്കെയുള്ള ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ബാങ്കിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ സ്കൂൾ ടീച്ചേഴ്സ്, ഹോസ്പിറ്റൽ സ്റ്റാഫ്, ഇവരൊക്കെ മെയ്തികളായിരിക്കും, ആയിരുന്നു. ഇവരെല്ലാം തിരിച്ചു പോയി. ഇപ്പം അവിടെ ഒന്നിനും ആളില്ല. ഇപ്പം കച്ചവടക്കാർ, ഇപ്പോൾ പെട്രോൾ പമ്പ് പിന്നെ ഇതിലൊന്നും പെട്രോളില്ല. കാരണം പെട്രോൾ വണ്ടികൾ വരികയല്ലോ അവിടെ. അത് 60 കിലോമീറ്റർ ഇത് ഇത്രയും ദൂരമുള്ള സ്ഥലത്ത് പോകാനായിട്ട് എൻ്റെ ഒരാൾ പറഞ്ഞു അവിടെ വെച്ചിട്ട്. ഇത് കുക്കി ഏരിയയാണ്, ഇത് മെയ്തി ഏരിയയാണ്, 60 കിലോമീറ്ററേ ഉള്ളൂ. ഇത് പോകാനായിട്ട് ഇവന് ഏതോ ഒരു സ്ഥലത്ത് ഫ്ലൈറ്റിൽ പോയി, അവിടുന്ന് വേറെ ഒരു സ്ഥലത്ത് ഇവിടെ ഫ്ലൈറ്റ് വന്ന് ഇവിടുന്ന് 200 കിലോമീറ്റർ കാറി വന്നിട്ട് വേണം ഇവിടെ വരാൻ. കാരണം അത്രയ്ക്ക് പിന്നെ വൈരാഗ്യമുണ്ട്. അപ്പോൾ ഇവിടെ ഈ ചൂരാചന്ദ്പൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതാണ് കുക്കികളുടെ ഒരു പ്രധാന ഏരിയ. അപ്പോൾ അതിലേ പോകരുത് എന്നതിൻ്റെ അടുത്ത് ഈ മിസോറാം വെച്ച് പലരും പറഞ്ഞു ഭയങ്കര കുഴപ്പമാണ്. ഇത് ഇവർക്കൊന്നും തൊട്ടടുത്തായിട്ട് പോലും ഇവർക്കൊന്നും ഇതിനെപ്പറ്റി അറിയാൻ വയ്യ. അവരുടെയൊക്കെ കാരണം അവിടെ ഇങ്ങനെ എല്ലാവരും തൂക്കമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ആ സംഭവങ്ങളൊക്കെ ഒളിവിലും കാട്ടിലും ഒക്കെയാണ്. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ അവിടെയൊക്കെ ഈ വലിയ വോൾ ഓഫ് റിമെമ്പറൻസ് ഒക്കെ പറഞ്ഞ് മരിച്ച ആളുകളുടെയൊക്കെ പടം, കത്തിച്ച വീടുകളുടെ പടം, കത്തിച്ച വീടുകൾ കത്തിക്കാൻ പാടാണ് അവിടെ വീടുകൾ. കാരണം വെച്ചാൽ പലതും ടിൻ റൂഫും, ടിന്നാണ് പ്രധാനം, മറ്റേ അയൺ ഷീറ്റില്ലേ, പൊളിച്ച്. പിന്നെ പട്ടാളം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പട്ടാളമാണ്. നമ്മൾ അങ്ങോട്ട് നോക്കാൻ സമ്മതിക്കില്ല, ഇങ്ങോട്ട് നോക്കാൻ സമ്മതിക്കില്ല, ഒരു പടം എടുക്കാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായോ? പിന്നെ എത്ര സ്ഥലത്ത് എത്ര ചെക്കിങ് ആണ്. പക്ഷെ ആളുകളുടെ സൈഡിൽ നിന്നും ഒരു പ്രശ്നമില്ല. ഈ സ്ത്രീകളുടെയൊക്കെ വിജിലൻ്റ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അവർ വന്ന് എല്ലാ ഓട്ടോറിക്ഷ അവരെ പരിശോധിക്കും. പിന്നെ ഞാൻ കണ്ടത് കുക്കി ഗ്രൂപ്പുകളാണ്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾക്ക് അവരുടെ അടുത്തൊരു പിന്നെ ഒരു
എന്താ പറയുക ഒരു എമ്പതി ഉണ്ടെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഞാനവിടെ പോയാലും നമുക്ക് സങ്കടം വരും ഇങ്ങനെ ആളുകളുടെ പടം ഇങ്ങനെ നിരത്തി വിട്ട് ചില വയസ്സ് അമ്മമാരൊക്കെ വന്നിങ്ങനെ നോക്കി നിൽക്കുക, മകനിങ്ങനെ കാണിച്ചു കൊടുക്കുന്നു, ഇയാളെ കാണിച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനവിടെ നിന്ന് ഇവിടെ ഒരു പയ്യനായിട്ട് ഞാൻ ഇതിൻ്റെ ഇങ്ങനത്തെ ഗ്രൂപ്പിലുണ്ടായിരുന്ന പയ്യനായിട്ട് ഞാൻ ഡൽഹിയിലെ ഒരു പിന്നെ 5 സ്റ്റാർ ഹോട്ടലിലെ ഷെഫായിരുന്നു. ഈ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവൻ്റെ വീട്ടുകാരൻ്റെ വീട്ടിലെ 3 പേരെ കൊന്നു. അപ്പം അവൻ്റെ വീട്ടിൽ ഇനി 2-3 പേരേ ഉള്ളൂ ബാക്കി. അപ്പോൾ അവനവിടെ ഡൽഹിയിൽ നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തിരിച്ചു നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എത്ര കുക്കികളാണ് ജോലിക്ക് വരുന്നത് അറിയുമോ? കാരണം അവർക്ക് ജോലിയില്ല. അവിടെ മണിപ്പൂരിലൊന്നും പോകാൻ പറ്റുകയില്ല. മണിപ്പൂരെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് തന്നെ. വാലിയിലോട്ട് പോകാൻ പറ്റുകയില്ല. അതാണ് അവസ്ഥ. പക്ഷേ മെയ്തൈകൾ പറയുന്നത് ഞങ്ങൾ ഇവർക്ക് അഭയം കൊടുത്തതാണ്, ഇവർ വേറെ എങ്ങോട്ടുനിന്ന് വന്നവരാണ്, ഞങ്ങൾ അഭയം കൊടുത്തവരാണ്, ഇപ്പം അവർക്ക് സ്പെഷ്യൽ സ്റ്റേറ്റ് വേണമെന്ന് പറയുന്നത് ഞങ്ങൾ സമ്മതിക്കില്ല. വളരെ വിദ്യാഭ്യാസം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത് ഇങ്ങനെയാണ്. ഇതിനകത്ത് ഈ കോർപ്പറേറ്റുകളുടെ ഇൻവോൾവ്മെൻ്റ് ആണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നമൊന്നും. ഈ കുക്കികളെ ഈ ഹിൽ ഏരിയയിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ഇതുകൊണ്ട് കുക്കികളെ താഴെ ഇറക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, അവരെല്ലാം അങ്ങോട്ട് ഉണ്ടായിരുന്ന എല്ലാ കുക്കികളും അവിടെ അങ്ങോട്ട് അടിച്ചു കയറ്റിയിരിക്കുക, അങ്ങോട്ട് തൂത്ത് കയറ്റിയിരിക്കുകയാണ് എല്ലാവരും. താഴെ ഇറക്കാൻ പറ്റില്ല അവർ ഭൂമി ഏറ്റെടുക്കാനുള്ള ഒരു അങ്ങനെ അല്ല. അത് ആ വാദത്തിൽ അർത്ഥം കാണില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഈ കോൺഫ്ലിക്റ്റിൽ ഇത് ഡിവൈഡ് ചെയ്തിട്ട് 2 പേരും 2 സ്ഥലത്തായിട്ട് മാറ്റി നിർത്തുകയെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സ്ഥലമായിട്ട് ഈ എത്തനിക് ക്ലെൻസിങ് നടക്കുകയില്ല. നടക്കും ഇവിടുന്ന് അങ്ങോട്ടും അവിടെ ഇങ്ങോട്ടും നടക്കും. പക്ഷെ അവിടെ ഉള്ളവർ അവിടെ തന്നെ നിൽക്കും, മറ്റുള്ളവരെ മാറ്റും. ഇപ്പോൾ ആരുമില്ല. ഇപ്പോൾ ഇവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. കൊടും ശത്രു 2 രാജ്യങ്ങളെ പോലെ, 2 ശത്രു രാജ്യങ്ങളെ പോലെ. എല്ലാവരുടെയും കയ്യിൽ ആയുധങ്ങളുണ്ട്. ഇവർക്ക് കുറവാണ്, കുക്കികൾക്ക് കുറവാണ്. പിന്നെ ഇവർ വേറെ കണ്ടുനിന്ന് വന്നവരാണ്. ഇവർ മറ്റേ ബർമയിൽ നിന്ന് വന്നവരാണ് കുക്കികൾ. പിന്നെ എനിക്കൊക്കെ പരിചയമുള്ള ആളുകളുണ്ട് അവിടെ. ഈ മണിപ്പൂരിൽ സിനിമയുണ്ടല്ലോ. അപ്പം ഈ ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ള പിള്ളേരും ഒക്കെ ഉണ്ട്. അപ്പം അവരെല്ലാവരും മെയ്തൈക്കാരാണ്. അപ്പം അവരൊക്കെ ഇതിനെ ഡിഫെൻഡ് ചെയ്താണ് പറയുന്നത്. അവർ പറയുന്നത് ഇവർക്ക് പണ്ട് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഇവർക്ക് താമസിക്കാൻ സ്ഥലം കൊടുത്തതാണ്. ഇപ്പോൾ അവർ പറയുന്ന അവർക്ക് സ്വന്തം സ്റ്റേറ്റ് വേണം, അതെങ്ങനെ ശരിയാകും? ഇതാണ് വാദം. ഹില്ലേരിയയിലേക്ക് പോയോ? ഈ പറയുന്ന ഞാൻ വഴിയാണ് വന്നത് ഇങ്ങോട്ട്. ഹില്ലേറിയ വഴിയാണ് ഞാൻ ഈ പിന്നെ നാഗാലാൻഡ് വാലിയിൽ വന്നിട്ട് അവിടെ നിന്നാണ് നാഗാലാൻഡിൽ പോയത്. അപ്പൊ ഈ ചെക്ക് ചെയ്യുന്ന പോലീസ് കക്ഷികളൊക്കെ പോലീസല്ല, പട്ടാളം. പട്ടാളം ചോദിക്കുമ്പോ ആരായിട്ടാണ് നിങ്ങൾ പറഞ്ഞത്? ടൂറിസ്റ്റാന്ന് പറയും. പിന്നെ എനിക്കിപ്പോൾ ഒരു വലിയ അഡ്വാൻറ്റേജ് ഉള്ള എൻ്റെ ഈ നരച്ച തലയും പിന്നെ ഇപ്പോൾ എൻ്റെ ഇവിടുന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഇമ്പ്രഷനാണ്. പക്ഷെ ചെക്ക് ചെയ്യില്ല. പിന്നെ വേറൊരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ ഞാനിപ്പം 10-100 ദിവസത്തേക്ക് ഉള്ള മരുന്നൊക്കെ ആയിട്ടാണ് പോയത്. ഫസ്റ്റ് എയ്ഡ്, മറ്റേത് മറിച്ച് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പല സാധനങ്ങളും നമ്മൾ കൂടെ കൊണ്ടുപോകണമല്ലോ. അവിടെ നിന്ന് പോയൊന്നും കിട്ടുകയില്ല. ഇത് ഛത്തീസ്ഗഡിൽ ഇത്രയും എമൗണ്ടിൽ മരുന്ന് കൈവെക്കുന്നത് ഭയങ്കര അപകടമാണ്. അത് ഒരു സ്ട്രിപ്പിൽ കൂടെ അവിടെ അതെനിക്ക് നേരത്തെ അറിയുന്ന കാര്യമാണ്. ഒരു മെഡിക്കൽ ഷോപ്പിലും വാങ്ങിക്കാൻ പറ്റുകയില്ല. ഇത് മാവോയിസ്റ്റുകൾക്ക് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വലിയ പ്രശ്നമുണ്ട് അവിടെ. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മരുന്ന് ഇവരെല്ലാവരും എടുത്തിട്ടുണ്ട്. എത്ര ചോദിച്ചെന്ന് അറിയോ? ഞാൻ പിന്നെ പ്രിസ്ക്രിപ്ഷനും ഡോക്ടറുടെ ലെറ്ററും ഒക്കെ കൊണ്ടാണ് പോയത്. അല്ലെങ്കിൽ അവിടെയൊക്കെ നിയമം വേറെയാണ്. ഇപ്പം ഇവരൊന്നും വേണ്ട. ഇവർ പറയാ ശരി നമുക്ക് 1-2 കാര്യങ്ങൾ ചോദിക്കാണ്ട്, പിന്നെ വണ്ടി പുള്ളി ഓടിച്ചോളും, ഈ വണ്ടിയിലോട്ട് കയറിക്കുമെന്ന് പറഞ്ഞ് ക്യാമ്പിൽ കൊണ്ടുപോയി നമുക്ക് ഒരു സാധനം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് അവസ്ഥ. അതാണ് ഈ മറ്റേ പട്ടാള നിയമം മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് അവിടെ. അത് നമുക്കൊന്നും തർക്കിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല.